കേരളത്തിലേക്ക് എന്തിനാണ് ഇത്രയേറെ സ്ഫോടക വസ്തുക്കൾ എത്തുന്നത്? കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ കേട്ട വാർത്തകൾ എന്ന് പറയുന്നത് ലോറിയിൽ ഒളിപ്പിച്ച നിലയിൽ കടത്തിയ സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടികൂടി എന്നുള്ള വാർത്തയാണ്. ഒന്ന് പാലക്കാടാണ്, മറ്റൊന്ന് മലപ്പുറത്താണ്. പാലക്കാട് പിടികൂടിയത് തണ്ണിമത്തനടിയിൽ ഒളിപ്പിച്ച സ്ഫോടക വസ്തുക്കളുടെ പെട്ടികളാണ്. ആ പെട്ടികളുടെ വീഡിയോയും ഒക്കെ നമ്മൾ കണ്ടാണ്. നിർത്താതെ പോയി ഒരു പിക്കപ്പ് വാനാണ്. പോലീസിന് സംശയം തോന്നി പിന്തുടർന്നു, പുറകെ ചെന്ന് ഒരിടത്ത് വെച്ച് കണ്ടു, പോലീസ് പിടികൂടി പരിശോധിക്കുമ്പോഴാണ് ഇതിനകത്ത് സ്ഫോടക വസ്തുക്കളാണെന്ന് അറിയുന്നത്. തമിഴ്നാട് ധർമ്മപുരി സ്വദേശിയായിട്ടുള്ള സെന്തിൽ കുമാർ എന്ന് പറയുന്ന ആളിനെ, ഡ്രൈവറെ പോലീസ് പിടികൂടുകയും ചെയ്തു. എന്നിട്ട് പോലീസിന് പരിശോധിക്കാനായിട്ട് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ പരിശോധിക്കാൻ തുടങ്ങുമ്പോൾ ഇത് പൊട്ടിയെങ്ങാനും തെറിച്ചാൽ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഫയർഫോഴ്സിനെയൊക്കെ വിളിച്ച് വേണ്ട മുൻകരുതലുകളൊക്കെ എടുത്തിട്ടാണ്. കാരണം ആൾക്കാർ നിരവധിയുള്ള പാലക്കാട് മെഡിക്കൽ കോളേജിന് സമീപത്ത് നിന്നാണ് ഇതിനെ ഈ പറയുന്ന വണ്ടി പിടിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ്. അത് മലപ്പുറത്ത് ചെമ്മാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് കണ്ടെത്തിയത് എന്നുള്ളതാണ്. ഫർഹ എന്ന് പറയുന്ന ഒരു ഹോളോ ബ്രിക്സ് കമ്പനി, അതിനകത്ത് പാർക്ക് ചെയ്ത നിലയിലായിരുന്നു ഒരു ഉള്ളി ലോറി ഉണ്ടായിരുന്നത്. പോലീസിന് സംശയം തോന്നി. പോലീസ് അവിടെ ചെന്ന് പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ അടിയിലായിട്ട് ഒരു ഭാഗത്ത്, അത്രയും ലോറിക്ക് അകത്ത് പെട്ടികളിലായിട്ട് സ്ഫോടക വസ്തുക്കൾ, അതായത് ജെലാറ്റിൻ സ്റ്റിക്കുകൾ, ഈ പറയുന്ന ഡിറ്റനേറ്റർ വയറുകൾ, ഇതെല്ലാം ഇതിനകത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ക്വാറിയിലേക്കുള്ളതാണ്. തൃശ്ശൂർ മേഖലയിലൊക്കെ ഉള്ള ചില ക്വാറികളിൽ സ്ഫോടനത്തിന് വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കിണർ കുഴിക്കാൻ ഈ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കേണ്ടത്. അതായത് കിണർ കുഴിക്കുമ്പോൾ പാറ കാണുമ്പോൾ അത് പൊട്ടിക്കാനായിട്ട് ഈ പറയുന്ന പോലെ ഈ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ വരുന്ന സ്ഫോടക വസ്തുക്കൾ എന്ത് അപകടമാണ് ഉണ്ടാക്കുന്നത്? പാറക്വാറിയിലൊക്കെ ഉപയോഗിക്കുന്നില്ല, അതായത് തീവ്രവാദികൾ ഇറക്കുമതി ചെയ്യുന്നതല്ലല്ലോ എന്ന് ചോദിക്കുന്നിടത്താണ് അപകടം. അതായത് ഇത് തീവ്രവാദികൾക്ക് വേണ്ടി തന്നെയാണ്. പക്ഷേ തീവ്രവാദികൾ എങ്ങനെ അത് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരെ കൊണ്ടുവന്ന് തീവ്രവാദികൾക്ക് കൊടുക്കുന്നു എന്നല്ല. തീവ്രവാദികൾ മുൻകാലങ്ങളിൽ നടത്തിയ സ്ഫോടനങ്ങൾക്ക് ഉപയോഗിച്ച വെടിമരുന്നെല്ലാം അവർ കണ്ടെത്തിയത് ഇതുപോലെ കടത്തിക്കൊണ്ട് വന്നതിൽ നിന്നാണ്. കാരണം ഇത് നിയമവിരുദ്ധമായി കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുന്ന സ്ഫോടക വസ്തുക്കളാണ്. ഈ സ്ഫോടക വസ്തുക്കൾക്ക് നിശ്ചിതമായിട്ടുള്ള ലൈസൻസ് വേണം. അത് കൊണ്ടുവരാനായിട്ടുള്ള ആൾക്ക് അതിൻ്റെ പെർമിഷൻ വേണം. കൃത്യമായ ടാക്സ് അടച്ചിരിക്കണം. ഇത് കൊണ്ടുവരുന്ന ഇത്ര അളവിൽ കൂടുതൽ കൊണ്ടുവരാൻ പാടില്ല. കൊണ്ടുവരേണ്ട രീതികൾ പോലും വ്യത്യാസമുണ്ട്. അതിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണം എന്നെല്ലാം നിയമം ഇരിക്കുകയാണ്. അനധികൃതമായിട്ട് ഒരു രേഖകൾ പോലും ഇല്ലാതെ ഇത് കടത്തിക്കൊണ്ടുവരുന്നത്. ഇങ്ങനെ കടത്തിക്കൊണ്ട് വരുമ്പോൾ ഈ വെടിമരുന്ന് കൊണ്ടുവരുന്നതിൽ ലാഭമുണ്ട് എന്നുള്ളത് മാത്രവുമല്ല, ഇത് തോന്നിയ വടിയൊക്കെ ഉപയോഗിക്കാം. മറ്റത് കൃത്യമായി പെർമിഷൻ വേണം. എക്സ്പ്ലോസീവ് കൺട്രോൾ അതോറിറ്റിയൊക്കെ ഉണ്ട് കേരളത്തിൽ. അതിൻ്റേതായ സംവിധാനങ്ങളുണ്ട്. ഇതിങ്ങനെ അളവൊന്നുമില്ലാതെ തോന്നിയ വടി കടത്തിക്കൊണ്ട് വരുമ്പോൾ വലിയ അപകടം അതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ്. അതായത് എക്സ്പ്ലോസീവ് കൺട്രോളിങ് അതോറിറ്റിയൊക്കെ നമുക്കുണ്ട്. പ്രധാനപ്പെട്ട ചീഫ് കൺട്രോളർ ഓഫ് എക്സ്പ്ലോസീവ് ഒക്കെ കേരളത്തിനുണ്ട്. അപ്പോൾ ഈ പറയുന്ന അവരുടെയൊക്കെ ഇതിനകത്ത് ചില പരാമർശങ്ങൾ, ചില പ്രശ്നങ്ങൾ ഉള്ളതായിട്ടൊക്കെ പലരിൽ നിന്നും നമുക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതായത് മതിയായ സ്റ്റാഫുകളൊക്കെ ഈ പറയുന്ന കൺട്രോളർ ഓഫ് എക്സ്പ്ലോസീവിനകത്ത് ഇല്ല. എക്സ്പ്ലോസീവ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷനിലെ മതിയായ സ്റ്റാഫ് ഇല്ല. അവർക്ക് ഈ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ കുറവാണ് എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ കൂടി കേട്ടിട്ടുണ്ട്. അതിൻ്റെ നിജസ്ഥിതി, പൂർണ്ണമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള നിജസ്ഥിതിയൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും ശരി തന്നെ, ഇവർക്ക് പ്രവർത്തിക്കുന്നതിന് ചില പരിമിതികളുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ടാണ് ഈ കൺട്രോളർ ഓഫ് എക്സ്പ്ലോസീവിനും അവരുടെ അതോറിറ്റിക്കുമൊക്കെ ഇവർ ഇതിനെ പിടിക്കുന്നത് പലപ്പോഴും ഒരു പ്രതിബന്ധിതമായിട്ട് പല കാര്യങ്ങളും ഉള്ളത് എന്നുള്ളതാണ്. അപ്പോഴാണ് പക്ഷേ പോലീസ് പലപ്പോഴും ചെക്കിങ്ങിലൊക്കെ ഇത് പിടിക്കാറുണ്ട്. അപകടകരമായ രീതിയിൽ കൊണ്ടുവരുന്ന ഈ വെടിമരുന്നിൻ്റെ കാര്യത്തിലൊക്കെ പോലീസ് കർശനമായ നടപടിയും സ്വീകരിക്കാറുണ്ട്. അതുപോലെ തന്നെ ദേശീയ അന്വേഷണ ഏജൻസി NIA ഒക്കെ ഈ പറയുന്ന പോലീസിൽ നിന്ന് വിവരങ്ങളൊക്കെ ശേഖരിക്കുകയൊക്കെ ചെയ്യുകയും ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ പോയി സന്ദർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഫർഹ ഹോളോ ബ്രിക്സിൽ വന്ന് നിർത്തിയിട്ട് ഈ വണ്ടി എന്തിനാണ് അവിടെ നിർത്തിയിട്ടിരുന്നത് എന്നുള്ളത് അറിയില്ല. അതുപോലെ തന്നെ ഈ സെന്തിൽ കുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, തനിക്ക് ഇത് മറ്റ് ഡ്രൈവർ കൈമാറിയതാണ്, ഇനി മറ്റൊരാൾക്ക് കൈമാറും. അപ്പോൾ ഇതാരാണ് അയക്കുന്നത്, ആർക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും ഈ ഡ്രൈവർമാർക്ക് അറിയില്ല. 2 പേർ ഈ ഫർഹ ഹോളോ ബ്രിക്സിൽ ഈ ഉള്ളിച്ചാക്കിനടിയിൽ കരുതിയിരുന്ന സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടിച്ചെടുക്കാൻ നേരത്ത് 2 ഡ്രൈവർമാർ അവിടെ വന്നിരുന്നു. അവർ ഓടി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഓടി രക്ഷപ്പെട്ട ആൾക്കാരെ പറ്റിയിട്ടും അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ വലിയ രീതിയിൽ സ്ഫോടക വസ്തുക്കൾ വിടുന്നുണ്ട്. അപ്പോൾ ഇത് നേരത്തെ ഞാൻ പറഞ്ഞു തീവ്രവാദികളുടെ കയ്യിലേക്ക് നേരിട്ട് കൊടുക്കുന്നതല്ലാന്ന്. പക്ഷേ തീവ്രവാദികൾ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മുൻപ് പെരുമ്പാവൂരിൽ നിന്ന് പിടിക്കപ്പെട്ട ചില അൽഖ്വയ്ദയായിട്ടൊക്കെ ബന്ധമുള്ള തീവ്രവാദികളിൽ നിന്ന് പടക്കമൊക്കെ നമ്മൾ കണ്ടെത്തിയിരുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയ കളിയാക്കി, ഈ പടക്കം വെച്ചിട്ടാണോ ഇവർ വലിയ തീവ്രവാദം നടത്താൻ പോകുന്നത്?
പടക്കത്തിനകത്തുള്ളത് സ്ഫോടക വസ്തുക്കൾ തന്നെയാണ്. ഇത് കുറേ ഒരു പടക്കമല്ല, 1 2 പാക്കറ്റല്ല, കുറേയധികം ശേഖരിക്കും ഇവർ. അപ്പോൾ എത്രത്തോളം സ്ഫോടക വസ്തുക്കൾ അവരുടെ കയ്യിലെത്തും? ഇതെല്ലാം അയച്ച് ഇതിലെ വെടിമരുന്ന് എടുത്തു കഴിഞ്ഞാൽ ബോംബുണ്ടാക്കാമല്ലോ. ഇത് തന്നെയാണല്ലോ ബോംബിനായിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഉള്ള സ്ഫോടക വസ്തുക്കൾ കരുതുന്നത് തീവ്രവാദികൾ ശേഖരിക്കുന്നത് ഇതുപോലുള്ള മാർഗ്ഗങ്ങളിൽ നിന്നാണ്. തടിയൻ്റെ അവിടെ നസീർ എന്ന് പറയുന്ന കൊടും ഭീകരൻ, ഈ പറയുന്ന ബാംഗ്ലൂർ സ്ഫോടന കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും ജയിലിൽ കഴിയുന്ന ആൾ, ഇയാൾ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചത് ഇതുപോലെ അനധികൃതമായിട്ട് കടത്തിക്കൊണ്ടുവന്ന ഒരാളിൽ നിന്നാണ്. എറണാകുളത്ത് നിന്നാണ് ഇവർ സംഘടിപ്പിച്ചത് എന്നാണ് പണ്ട് വാർത്തകളിൽ കണ്ട ഒരു ഓർമ്മ. അപ്പോൾ ഏതായാലും ശരി തന്നെ, അങ്ങനെ കടത്തിക്കൊണ്ട് വന്ന സ്ഫോടക വസ്തുക്കളിൽ നിന്ന് ഇയാൾ മോഷ്ടിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഈ മോഷ്ടിക്കപ്പെട്ടത് ഇതിൻ്റെ ഉടമയായിട്ടുള്ള ആൾക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇയാൾക്ക് പരാതിപ്പെടാൻ നിവൃത്തിയില്ല. കാരണം അനധികൃതമായിട്ട് ഇയാൾ കൊണ്ടുവന്നതായിരുന്നു ഈ സ്ഫോടക വസ്തുക്കളിൽ നിന്ന്. അപ്പോൾ അനധികൃതമായി കടത്തിക്കൊണ്ടുവരുന്നത് ഏതോനെങ്കിലും പിടിച്ചു പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് പരാതിപ്പെടാൻ പറ്റില്ല. കാരണം കള്ളപ്പണം മോഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൽ പരാതിപ്പെടാൻ പറ്റാത്തതുപോലെ തന്നെ ഞാൻ അനധികൃതമായിട്ട് കടത്തിക്കൊണ്ടുവന്ന വെടിമരുന്ന് ഒരുത്തൻ വന്ന് എടുത്തുകൊണ്ട് പോയി എന്ന് പരാതിപ്പെടാനും പറ്റില്ല. അപ്പോൾ അതേ വെടിമരുന്ന് ഉപയോഗിച്ച് ബാംഗ്ലൂർ സ്ഫോടനം നടത്തുകയും ചെയ്തു. അപ്പോൾ തീവ്രവാദികൾ ഇതൊക്കെ കൈക്കലാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ, മനസ്സിലായല്ലോ. അതായത് ക്വാറികളിൽ അവരുടെ ആവശ്യത്തിലധികം ഉണ്ടാകുന്ന ഈ പറയുന്ന കടത്തിക്കൊണ്ടുവരുന്ന ഈ നിയമവിരുദ്ധമായിട്ട് കൊണ്ടുവരുന്ന ഈ സ്ഫോടക വസ്തുക്കൾ ഇത് തീവ്രവാദികൾ കൈക്കലാക്കി കഴിഞ്ഞാൽ അവർ ഇതുപയോഗിച്ച് സ്ഫോടനം നടത്തും, ആൾക്കാരെ കൊല്ലും, യാതൊരു സംശയവുമില്ല. അപ്പോൾ ഗുരുതരമായ പ്രശ്നം അവിടെയാണുള്ളത്. സ്ഫോടക വസ്തു കടത്തൽ എന്ന് പറയുന്ന തീവ്രവാദികളുമായിട്ട് ലിങ്ക് ചെയ്യപ്പെടുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വലിയ ഭീഷണിയാണ്. അതുമാത്രവുമല്ല, തീവ്രവാദികൾക്ക് ഇത്തരത്തിൽ കടത്തിക്കൊണ്ടുവരാം. ഈ കടത്തൽ എന്ന് പറയുന്നത് അവിടെ യാഥാർത്ഥ്യമായി നിലനിൽക്കുമ്പോൾ തീവ്രവാദികൾ നാളെ വിചാരിക്കുന്നത് ഇത് കടത്തിക്കൊണ്ടുവന്നല്ലോ, ഇത് എത്രയെണ്ണം കടത്തിക്കൊണ്ടുവന്നപ്പോഴായിരിക്കും 2 പിടിച്ചത്. അപ്പോൾ തങ്ങൾക്കും ഇത് കൊണ്ടുവരാമല്ലോ. അവരിതേപോലെ സംഘടിപ്പിച്ചല്ലോ, ഇതേ ഏജന്റുമാരെ കണ്ട് ഇതേ വ്യാപാരികളിൽ നിന്ന് ഈ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്ന് അവർ പൊട്ടിക്കാൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്യും? കേരളം ചിതറിത്തെറിക്കും. അത്രയേറെ സ്ഫോടനങ്ങൾ നടത്താൻ ശേഷിയുള്ള തീവ്രവാദികളുള്ള നാടാണ്. തീവ്രവാദികളുടെ നേഴ്സറിയാണ് കേരളം. കാരണം ഏറ്റവും കൂടുതൽ IS ചേർന്നത് കേരളത്തിൽ നിന്നുള്ള തീവ്രവാദികളാണ്. കേരളത്തിൽ നിന്ന് പോയവരാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നല്ല, കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ തീവ്രവാദ ബന്ധ കേസുകൾ കേരളവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഓരോ സ്ഫോടനം രാജ്യത്ത് നടക്കുമ്പോഴും കേരളവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ആളുണ്ടായിരിക്കും, ഒരു തീവ്രവാദി ഉണ്ടായിരിക്കും. അപ്പോൾ നടക്കുന്നത് കൃത്യമായ ആസൂത്രണത്തിലുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ ഓർമ്മയിൽ വെക്കുക. കേരളം ജാഗ്രത പാലിച്ചില്ലെങ്കിൽ, കേരളത്തിലെ സർക്കാരുകൾക്കൊക്കെ ഈ തീവ്രവാദികളുടെ വോട്ട് മതി, ആരുടെയെങ്കിലുമൊക്കെ വോട്ട് കൊണ്ട് ജയിച്ചാൽ മതി, അതുകൊണ്ട് ഇവർ പലപ്പോഴും കണ്ണടച്ചേക്കും. പക്ഷേ പൊതുജനങ്ങളായി നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായ ഏജൻസികളെ, അത് സെൻട്രൽ ഏജൻസികളാണ് കൂടുതൽ നല്ലത്, അവരെ അറിയിക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ നമുക്കൊന്നും അറിയില്ലെങ്കിൽ സൈനികരെയെങ്കിലും അറിയിച്ചു കഴിഞ്ഞാൽ അവർ വേണ്ടവർക്ക് ഈ വിവരങ്ങൾ കൈമാറിക്കൊള്ളും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതിഗുരുതരമായ സാഹചര്യങ്ങളിലേക്കാണ് പോകുന്നത്. കേരളത്തിൻ്റെ എക്സ്പ്ലോസീവ് കൺട്രോൾ ചെയ്യുന്ന ഓർഗനൈസേഷനുകൾ നേരെ ചൊവ്വേ പ്രവർത്തിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്നത് വലിയ ദുരന്തമാണ് എന്നുള്ള. ഓരോ ഉത്സവകാലത്തും ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ നോക്കി ആശങ്കപ്പെടുന്ന കേരളത്തിന്, ഭയക്കുന്ന കേരളത്തിന് എന്നെങ്കിലും ഒരിക്കലും അത് പൊട്ടിത്തെറിക്കുമോ, അവിടെ ഒരു സ്ഫോടനം ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം ഉള്ളിൽ ഉണ്ടാവേണ്ടത്, അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കേരളം എന്നുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഈ സ്ഫോടക വസ്തുക്കളുടെ കടത്ത് അത് അത്ര നിസ്സാരമായി കാണേണ്ടതല്ല, അതിഗുരുതരമായ സാഹചര്യമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി. നിങ്ങൾക്ക് ഇതുപോലെയുള്ള വാർത്തകൾ എത്തിച്ചു തരാൻ ഇന്ത്യ ലൈവ് മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കുക. അപ്പോൾ നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങൾക്ക് വേണ്ടത്. നിങ്ങളുടെ പിന്തുണ സബ്സ്ക്രിപ്ഷനായിട്ടാണ് ലഭിക്കേണ്ടത്. ഞങ്ങളുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി ഞങ്ങളുടെ ലോഗോയിൽ IND എന്ന ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. ചാനലിനകത്തേക്ക് പ്രവേശിക്കും. അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുമ്പോൾ യഥാസമയം ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ വീഡിയോകൾക്കകത്ത് ലൈക്ക് ചെയ്യുക, അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.